ഹലോ ഗായ്സ്, അപ്പോൾ മല്ലു ഫാമിലിനെ അതുൽ വ്ളോഗ്സ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി നല്ല റിയാക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ മല്ലു ഫാമിലി പ്രണവിൻ്റെ ഒരു കേസിൽ ഒരു ടോക്ക് ഇങ്ങനെ എല്ലാവർക്കും ഇതുപോലെ പ്രശ്നങ്ങൾ വരും, ഫാമിലി പ്രശ്നങ്ങൾ വരും. അതുപോലെ തന്നെ ഇതിപ്പോൾ അവൻ്റെ ഫാമിലി നടക്കുന്ന പ്രശ്നങ്ങൾ കുറേ ഉണ്ട്. അതൊന്നും പുറത്ത് പറയാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് റിയാക്റ്റ് ചെയ്ത സമയത്ത്, റിയാക്ഷനല്ല, ഒരു പൊതുവായിട്ടൊരു കണ്ടൻറ് ഇട്ട സമയത്താണ് അതുൽ വ്ളോഗ്സ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു കണ്ടൻറ് ഇട്ടു. ഇവർ മല്ലു ഫാമിലി ഫേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പരിഹരിക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് ഫേക്ക് പ്രശ്നം ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ഇതൊരു കണ്ടൻറ്റാക്കി മാറ്റിയിട്ട് ചെയ്യുക. അപ്പോൾ അതുൽ വ്ളോഗ്സ് പറഞ്ഞു, ഇവർ ഫേക്ക് കണ്ടൻറ്റാക്കണ്. പ്രണവിൻ്റെ പറയുന്നത് അത് റിയലായിട്ടുള്ള കാര്യങ്ങൾ നടന്ന സാധനമാണ് അവർ വീഡിയോ ആയിട്ട് ഇട്ടത്. മല്ലു ഫാമിലിനെ പോലെ ഫേക്ക് കണ്ടൻറ്റ് ഉണ്ടാക്കിയിട്ട് റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതല്ല എന്നാണ് അതുൽ വ്ളോഗ്സ് പറഞ്ഞത്. മല്ലു ഫാമിലി പൂരത്തെറി. മല്ലു ഫാമിലി പറഞ്ഞാൽ സുജിൻ പൂരത്തെറി അതുൽ വ്ളോഗ്സിന്. കാരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്ന ഒരാൾ അവരുടെ കണ്ടൻറ് എന്താണോ ആ കണ്ടൻറ് നമ്മൾ ചെയ്യാൻ പോവുക. നമ്മൾ എന്തിനാണ് റിയാക്ട് ചെയ്യുന്നത്? ഇപ്പോൾ മല്ലു ഫാമിലി എന്തിനാണ് റിയാക്ട് ചെയ്യേണ്ട ആവശ്യം? എത്രയോ ട്രോളുകൾ വരുന്നുണ്ട്, എത്ര ഇഷ്ടക്കണക്കിന് വരുന്നുണ്ട്. ഇവർക്കൊക്കെ റിയാക്ഷൻ കൊടുക്കാനാണോ ഇവരുടെ പണി? മല്ലു ഫാമിലി റിയാക്ഷൻ കൊടുക്കണ്ടായിരുന്നു. മിണ്ടാണ്ടിരുന്ന ഒരാളെ ഫേമസ് ആക്കി വിടാൻ വേണ്ടി എന്തിനാ റിയാക്റ്റ് കൊടുത്ത്? റിയാക്റ്റ് കൊടുക്കാത്ത മുമ്പ് ആ വീഡിയോ വെറും 10K അല്ലെങ്കിൽ 5K ആൾക്കാർ കാണേണ്ട വീഡിയോ മല്ലു ഫാമിലി അത് 10 ലക്ഷം 20 ലക്ഷം ആക്കി മാറ്റണം. നിങ്ങളുടെ ഫാൻസും കൂടെ നോക്കാൻ തുടങ്ങുകയല്ലേ? അദ്ദേഹത്തിന് ആരാണ് ആ പേരൊന്നും പറയണേ ആയിരുന്നു. ഒരു നാറി ഇട്ട വീഡിയോ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ലെങ്കിൽ ഫോട്ടോ കാണിച്ചുകൊണ്ട് നമുക്ക് യൂട്യൂബിൽ തപ്പാൻ പറ്റില്ലല്ലോ. പേരെന്തിന് പറഞ്ഞ? എന്തിനാണ് അയാളെ ഫേമസ് ആക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നത്? എത്ര നല്ല യൂട്യൂബേഴ്സിനെ നിങ്ങൾക്ക് പേര് പറഞ്ഞ് ഫേമസ് ആക്കിക്കൂടെ? ഈ ഊളത്തരമായിട്ടുള്ളൊരു യൂട്യൂബറിനെ അതുൽ വ്ളോഗ്സ് എന്തിനാണ് ഫേമസ് ആക്കണത്? ഈ നാറിയ ഒരാൾ എന്തിനാക്കണത്? മല്ലു ഫാമിലി അടിപൊളിയായി തെറിൻ്റെ അഭിഷേകം നടത്തിയിട്ടുണ്ട്. അമ്മയ്ക്കും അച്ഛനും അതുപോലെ എല്ലാ കുടുംബത്തിലും എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് മല്ലു ഫാമിലി. ഇതുവരെ തെറി പറയാത്ത ആൾ തെറി പറഞ്ഞിട്ടുണ്ട്. നല്ല തെറി, പൂരത്തെറി പറഞ്ഞിട്ടുണ്ട് അതുൽ വ്ളോഗ്സിന്. അവൻ്റെ കണ്ടൻറ്റ് ഈച്ച പോലും കാണാത്ത ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ സിംഹം കാണുന്ന പോലെ ആക്കി വിട്ടില്ലേ? എന്തിനാണ് അതിൻ്റെ ആവശ്യം? സുജിന് ഇത്രയും വിവരമില്ലേ? എത്രയോ നല്ല കണ്ടൻറ് ഉള്ളവൻ്റെ വീഡിയോസ് റീച്ചാകാത്ത സമയത്ത് അവരിനെയൊക്കെ വേണമെങ്കിൽ ഒന്ന് പേര് പറഞ്ഞിട്ട് ഇവരെയൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പറയുന്ന ഒരു മര്യാദയുണ്ട്. ഇതൊരു റിയാക്ട് ചെയ്യുന്ന വീഡിയോയ്ക്ക് അതിനെ റിയാക്ട് ചെയ്ത് നാറി. നമ്മൾ എന്താ പറയുക, തീട്ടത്തിൽ കൊണ്ട് കൈയിട്ട നമ്മുടെ കൈയാണ് നാറുന്നത്, അവിടെ തീട്ടമല്ല നാറുന്നത്. അത് ഓൾറെഡി നാറ്റുള്ളതാണ്. എന്തിനാണ് ഈ ആവശ്യമില്ലാണ്ട് അവനെ പൊക്കി തലയെ വെച്ച് റിയാക്ട് ചെയ്തത്? അതിലാണ് എനിക്ക് പ്രശ്നം. ഞാൻ അതുകൊണ്ടാണ് റിയാക്ട് ചെയ്യണത്. പക്ഷേ ഇതേപോലെ കണ്ടന്റ് ഇടുമ്പോൾ നമുക്ക് ചൊറിഞ്ഞ് കയറും. അതുൽ വ്ളോഗ്സ് നല്ല പോലെ അവൻ്റെ കഴുത്തിലെ പാട് അവൻ്റെ ഭാര്യൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇതൊക്കെ ദൈവം പറയേണ്ട ആവശ്യം? റിയാക്ഷൻ പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും തോന്നിയ കാര്യങ്ങളും തീട്ട കാര്യങ്ങൾ പറയാനല്ല നമുക്ക് റിയാക്ഷൻ ഉള്ളത്. നമുക്ക് ആവശ്യമുള്ള കാര്യം, നമ്മുടെ കണ്ടൻറ്റ് ക്വാളിറ്റി ആയിരിക്കണം. അതാണ് അത്. ഈ മല്ലു ഈ സുജിൻ എന്തിനു പോയി തലയിട്ട്? ആവശ്യമില്ലാണ്ട് തീട്ടത്തിൽ കൊണ്ടുവന്നിട്ട് തലയിട്ട്. അതാണ് എനിക്ക് അറിയേണ്ടത്. വേറെ ഏതിലും കൊണ്ട് തലയിട്ടാണ് പറഞ്ഞാൽ ഓക്കെ. ഒരു റീച്ച് പറഞ്ഞാൽ ഒരു വൃത്തികെട്ട ഒരു ഇഷ്ടപ്പെടാത്ത ഒരാൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ചാനലിൽ കൊണ്ട് തലയിട്ടിട്ട് ആ ചാനലിനെ പൊക്കിയില്ലേ? എന്തിന്? നാണം കെട്ടു. സുജിൻ ശരിക്കും നാണം കെട്ടു. മല്ലു ഫാമിലി നാണം കെട്ടു ശരിക്കും പറഞ്ഞാൽ. നിങ്ങൾ അറിയാണ്ട് തീട്ടത്തിൽ കൊണ്ട് കൈയിട്ടു. അപ്പോൾ പിന്നെ രണ്ടുപേരും ഒരേപോലെ ആയില്ലേ? ഇനി എന്ത് വ്യത്യാസം? സുജിൻ പറഞ്ഞു അതിൽ, ഞാൻ ചെയ്യുന്ന ഫേക്ക് കണ്ടൻറ്റാന്ന് തെളിയിച്ചാൽ ഞാൻ നിനക്ക് ചോദിക്കുന്ന പൈസ തരാമെന്ന്. അവൻ ഇതല്ലേ പണി. അവൻ ഈ കണ്ടൻറ്റ് എടുത്ത് ഇത് തെളിയിക്കാൻ ഇവനൊക്കെ എന്തിനാണ് ചാൻസ് കൊടുക്കുന്നത് സുജിനെ?
ഇവനൊരു ചാൻസ് കൊടുക്കുക, നീ അവൻ്റെ അക്കൗണ്ടിൽ നീ റീച്ച് ചെയ്യിപ്പിക്കുക. ആ വീഡിയോ ശരിക്കും നീ അതിന് ഡിലീറ്റ് ചെയ്ത് കളയാനായിരുന്നു. ഇപ്പം മോഹൻലാലിനെ കുറേ പേര് പറയണം, മമ്മൂട്ടിനെ കുറേ പേര് പറയണം, ഇവരൊക്കെ റിയാക്ട് ചെയ്ത് നിൽക്കണം. ഇവിടെ അടികൂടി ചാവണു, ഇതൊക്കെ റിയാക്ട് ചെയ്ത് നിൽക്കണം. ക്വാളിറ്റി ഉള്ള ആൾക്കാർ റിയാക്ട് ചെയ്യാൻ നിൽക്കില്ല. ഇപ്പോൾ എന്താ പറയുക, ഷാറുഖ് ഖാനെ പറയാം. അപ്പോൾ ഷാറുഖ് ഖാൻ മൈക്ക് എടുത്തിട്ട് ഇവൻ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഇവൻ എങ്ങനെ റിയാക്ട് ചെയ്തു, അങ്ങനെ റിയാക്ട് ചെയ്തു പറയുമോ? ബുദ്ധി ഉണ്ടെങ്കിൽ റിയാക്ട് ചെയ്യില്ല. നിനക്ക് ബുദ്ധി ഇല്ലാണ്ടിരുന്നു, നീ വെറുതെ എടുത്തിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവനെ കണ്ട് ഇവൻ്റെയൊക്കെ അയ്യോ, എത്ര റീച്ചുള്ളവനെ റിയാക്ട് ചെയ്താൽ നമ്മുടെ ക്വാളിറ്റി ഇൻക്രീസാ ചെയ്യുള്ളൂ. ഇത് റീച്ച് ഇല്ലാത്ത ആൾക്കാരും ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരെ നമ്മൾ റിയാക്ട് ചെയ്താൽ നമ്മളും ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരെ മാറുകയല്ലേ സുജിനെ? അതിനുള്ള കോമൺ സെൻസ് നിനക്കില്ലേ? ശരി.